ബംഗ്ലാദേശിൽ അരാജകത്വം വാഴുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കടന്നുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നിരവധി ആളുകൾ അതിർത്തി ലംഘിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടന്നു കയറാനും ഇവിടെ ഭീകരവാദ പ്രവർത്തികളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, 1000-ലധികം ആളുകൾ തടവറയിൽ കഴിഞ്ഞിരുന്ന ജയിൽ അത് തകർക്കപ്പെടുകയും അവിടെ നിന്നും മോചിപ്പിക്കപ്പെട്ട നിരവധി കുറ്റവാളികൾ, തീവ്രവാദികൾ, തോക്കുധാരികളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അതിർത്തി രക്ഷാസേന നമുക്ക് നൽകുന്നത്. സംഘർഷവും അനിശ്ചിതത്വവും ഇപ്പോഴും തുടരുകയാണ് ബംഗ്ലാദേശിൽ. ഭീകരരുൾപ്പെടുന്ന 1000-ലധികം തടവുകാരാണ് ജയിലിൽ നിന്നും ആയുധങ്ങളുമായി കടന്നുകളഞ്ഞത്. അവർ ഇന്ത്യയിലേക്ക് ഏത് നിമിഷവും പാഞ്ഞെടുത്തേക്കാമെന്നുള്ള സൂചനയാണ് ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്പോൾ രാജ്യത്തോട് പങ്കുവച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒപ്പം പ്രതിരോധ മന്ത്രാലയമൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള കർശന സുരക്ഷാ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BSF യൂണിറ്റുകളൊക്കെ അതീവ ജാഗ്രതയിലാണ് അതിർത്തി മേഖലകളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോഴും സംഘർഷം അതിശക്തമായി പുകയുകയാണ്. പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ കൊണ്ടാടുകയാണ്. അത് ലഘൂകരിക്കാൻ വേണ്ടി ക്രമസമാധാന പരിപാലനത്തിനായി ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതിന് കാരണം അതിർത്തിയിലെ സുരക്ഷ ദുർബലപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് അതിർത്തിയിലെ സുരക്ഷ കുറച്ചുകൊണ്ട് അവർ ആഭ്യന്തര കലാപം അടിച്ചമർത്താനായി ശ്രമിക്കുന്നുണ്ട്. അതുമൂലം അതിർത്തി മേഖലകൾ ലാക്കാക്കി നിരവധി ഭീകരരാണ് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നത്. നോഡൽ ഓഫീസർമാർ, കമാൻഡന്റുകൾ, അതിർത്തിയിലെ IG-മാർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഇരു സേനകളുടെയും എല്ലാ തലങ്ങളിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നാണ് മുതിർന്ന BSF ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നം തന്നെയാണ് നമ്മുടെ രാജ്യത്തെയും അലട്ടുന്നത്. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ 24 മണിക്കൂറും നിതാന്ത ജാഗ്രതയാണ് അവിടെ പുലർത്തുന്നതെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നത് ഇന്ത്യ തന്നെയാണ്. UK-യിലേക്കുള്ള യാത്ര ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് മറ്റും കടക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും അതൊരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മറ്റൊരു താവളം കണ്ടെത്തുന്നതുവരെ താൽക്കാലിക അഭയമെന്ന രീതിയിൽ അവർ ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇനി അവിടെ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉറപ്പായും ഷെയ്ഖ് ഹസീന അങ്ങോട്ടേക്ക് പോകുമെന്നാണ് ഹസീനയുടെ മകനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും അവർ വീണ്ടും വിജയിക്കുമെന്നാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാനമായി രണ്ടു രാജ്യങ്ങൾക്കും ഇടയിൽ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് കാരണം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സേനാ വിഭാഗങ്ങൾ വ്യത്യസ്ത തലങ്ങളിലൂടെ പല തരത്തിൽ പല തവണയായി ചർച്ചകൾ നടത്തുകയാണ്. ഏകദേശം 4096 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി വേലിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി എന്ന് പറയുന്നത്. അതിലൂടെ ഏതെങ്കിലും കുറ്റവാളിക്ക്, തീവ്രവാദിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സാധ്യത വളരെ വലുത് തന്നെയാണ്.